ഡിയർ ഫ്രണ്ട്സ്, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് യൂറിൻ്റെ കളർ ചേഞ്ച് നോക്കി പല രോഗത്തിൻ്റെ ലക്ഷണങ്ങൾ ഒരു പരിധിവരെ മനസ്സിലാക്കാവുന്നതാണ്. ഇത്തരത്തിൽ യൂറിനുണ്ടാകുന്ന കളർ ചേഞ്ചും അതിന് കാരണമായ ഹെൽത്ത് കണ്ടീഷനെ പറ്റിയാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓരോന്നും നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യമായിട്ട് ക്ലിയർ യൂറിൻ, അതായത് യൂറിൻ നല്ല ക്ലിയർ ആയിട്ട് കാണപ്പെടുന്നു. ഇത് പ്രധാനമായിട്ടും ഓവർ ഹൈഡ്രേറ്റഡ് കണ്ടീഷനിലാണ്, അതായത് ശരീരത്തിൽ വെള്ളത്തിൻ്റെ അളവ് കൂടുതലായിട്ട് കാണപ്പെടുന്ന ഘട്ടത്തിലാണ് ഇത്തരത്തിൽ യൂറിന് ക്ലിയർ ആയിട്ട് കാണപ്പെടുന്നത്. ഇത്തരത്തിൽ യൂറിൻ ക്ലിയർ ആയിട്ട് കാണപ്പെടുന്ന അവസ്ഥയിൽ ചിലരിൽ വോമിറ്റിങ്, ഡയേറിയ, അതേപോലെ ഹെഡേക്ക് തുടങ്ങിയൊക്കെ കണ്ടീഷന് ഉണ്ടാകാറുണ്ട്. അടുത്തത് പെയിൽ യെല്ലോ കളറാണ്. പെയിൽ യെല്ലോ കളർ എന്ന് പറയുന്നത് നോർമൽ, അതായത് ഹെൽത്തി ആയിട്ടുള്ള ഒരാളുടെ യൂറിൻ്റെ കളർ എന്ന് പറയുന്നത് പെയിൽ യെല്ലോ കളറായിരിക്കും. അടുത്തത് ഡാർക്ക് യെല്ലോ ഓർ ഓറഞ്ച് കളർ. ഇത് പ്രധാനമായിട്ടും ഡീഹൈഡ്രേഷനുള്ള ആൾക്കാരിലാണ്, അതായത് വെള്ളത്തിൻ്റെ അളവ് ശരീരത്തിൽ കുറയുന്ന അവസ്ഥയിലാണ് ഇത്തരത്തിൽ ഡാർക്ക് യെല്ലോ കളറൊക്കെ വരുന്നത്. അതേപോലെ തന്നെ ലിവറിന് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ, ഹെപ്പറ്റൈറ്റിസ് പോലെയുള്ള കണ്ടീഷനുകളിൽ ബൈൽ ഡക്റ്റിന് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിലൊക്കെ യൂറിനിൽ ഈ കളറ് കാണപ്പെടുന്നു. അടുത്തത് ക്ലൗഡി യൂറിനാണ്. ക്ലൗഡി യൂറിൻ പ്രധാനമായിട്ടും ഡീഹൈഡ്രേഷൻ, നല്ലപോലെ ഡീഹൈഡ്രേഷനുള്ള ആൾക്കാരിൽ ഇത്തരത്തിൽ ക്ലൗഡി യൂറിൻ വരുന്നു. അതേപോലെ തന്നെ യൂറിനറി ട്രാക്റ്റ് ഇൻഫെക്ഷൻ, ബാക്ടീരിയ ഒക്കെ മൂലമുണ്ടാകുന്ന ബാക്ടീരിയ, ഫംഗസ് മൂലമൊക്കെ ഉണ്ടാകുന്ന യൂറിനറി ട്രാക്റ്റ് ഇൻഫെക്ഷൻ്റെ കേസിലും ക്ലൗഡി യൂറിൻ കാണപ്പെടുന്നു. അടുത്ത ഡാർക്ക് ബ്രൗൺ യൂറിനാണ്. ഡാർക്ക് ബ്രൗൺ യൂറിൻ കൂടുതലായിട്ട് എക്സ്ട്രീമായിട്ട് എക്സസൈസ് ചെയ്യുന്നവരിൽ, അതേപോലെ തന്നെ ലിവർ ഡിസീസുകൾ, കരൾ രോഗമുള്ളവരിൽ, കിഡ്നി രോഗങ്ങളുള്ളവരിലൊക്കെ ഡാർക്ക് ബ്രൗൺ യൂറിൻ വരാനുള്ള സാധ്യതയുണ്ട്. അടുത്തത് റെഡ് കളർ യൂറിനാണ്. റെഡ് കളർ യൂറിൻ യൂറിനറി ട്രാക്റ്റ് ഇൻഫെക്ഷൻ്റെ കേസിൽ വരുന്നു. അതേപോലെ തന്നെ കിഡ്നി സ്റ്റോണിൻ്റെ കേസിൽ വരാറുണ്ട്. മെയിൽസിനാണെങ്കിൽ പ്രോസ്റ്റേറ്റ് എൻലാർജ്മെൻറ്റിൻ്റെ കേസിൽ വരുന്നു. സ്ത്രീകളിലെ മെൻസസിൻ്റെ സമയത്തൊക്കെ യൂറിനിൽ റെഡ് കളർ കാണപ്പെടുന്നു. അതേപോലെ തന്നെ ബീറ്റ്റൂട്ട് പോലെയുള്ള സാധനങ്ങൾ കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 48 മണിക്കൂറിനുള്ളിൽ യൂറിനിൽ കളർ കാണപ്പെടുന്നു. ചില മെഡിസിൻസുകളൊക്കെ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്തരത്തിൽ കളറ് കാണപ്പെടുന്നു. ഇതൊക്കെയാണ് പ്രധാനമായിട്ടും യൂറിനിൽ കാണപ്പെടുന്ന കളറും അതിന് കാരണമായ കണ്ടീഷനുകളും. ഓക്കെ ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വീഡിയോയ്ക്ക് ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.